ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്കുള്ള യാത്ര പാലക്കാടാണ്. പാലക്കാട് പോയി ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പാലക്കാട് കോട്ട കാണാൻ വേണ്ടി പോവാണ്. ഞാനും ജെസ്സിയും മിച്ചും കുട്ടികളും ഇമ്മായും ഞങ്ങളെല്ലാം പാലക്കാട് കോട്ട കാണാൻ അവർക്കൊരു ആഗ്രഹം. അങ്ങനെ അത് കാണാൻ വേണ്ടി പോവുക. കയറിയപ്പോൾ തന്നെ ആ വെള്ളത്തിലൊക്കെ ആമയും മീനൊക്കെ, ഒരുപാട് മീനും ആമയൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ കോട്ടയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പാലക്കാട് കോട്ടയുടെ ചരിത്രം മൈസൂർ സുൽത്താൻമാരുടെ അധിനിവേശവുമായി ബന്ധമുള്ളതാണ്. 1776 പാലക്കാട് പിടിച്ചടക്കിയതിനു ശേഷം ഹൈദരാലിയാണ് ഇവിടെ നിന്നിരുന്ന കോട്ട പുതുക്കിപ്പണിതത്. കർണാടകവും മലബാർ പ്രദേശങ്ങളും തമ്മിൽ സ്ഥിരമായി ബന്ധം നിലനിർത്താനായിരുന്നു ഹൈദരാലി പാലക്കാട് കോട്ടയിൽ ആധിപത്യം ഉറപ്പിച്ചത്. മലബാറിൽ പാലക്കാടിനുള്ള സൈനിക പ്രാധാന്യം മനസ്സിലാക്കി വലിയ കരിങ്കല്ലിലാണ് കോട്ട നിർമ്മിക്കുന്നത്. ഈ കോട്ട തെക്കൻ മലബാറിന്റെ ഭരണകേന്ദ്രം കൂടിയായിരുന്നു. സമുദ്ര സാമീപ്യം ഇല്ലാത്തതും പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതുമായ അപൂർവം കോട്ടകളിൽ ഒന്നാണ് പാലക്കാട് കോട്ട. കോട്ടയിൽ അധികാരം സ്ഥാപിക്കുന്നതിനായി ഹൈദരാലിയും ബ്രിട്ടീഷുകാരും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. 1768 ബ്രിട്ടീഷുകാരനായ കേണൽ വുഡ് കോട്ട പിടിച്ചടക്കി. എന്നാൽ മാസങ്ങൾക്കകം ഹൈദരാലി കോട്ട തിരിച്ചു പിടിച്ചു. ഹൈദരാലിക്കു ശേഷം 1783 കേണൽ ഫുള്ളോർട്ടിന്റെ നേതൃത്വത്തിലുള്ള ബ്രിട്ടീഷ് സൈന്യം കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. തുടർന്ന് കുറച്ചുകാലം കോഴിക്കോട് സാമുതിരി കോട്ടയുടെ അധികാരം കൈയാളുകയും അദ്ദേഹത്തിന്റെ സാമന്തനായ രാജശേഖര വർമ്മ കോട്ടയുടെ അധികാരം കൈമാറി. 1790 കേണൽ സ്റ്റ്യൂവർട്ടിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യം കോട്ടയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. തുടർന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധി വരെ കോട്ട ബ്രിട്ടീഷ് അധീനതയിൽ ആയിരുന്നു. കരിങ്കല്ലും ചുണ്ണാമ്പുകല്ലും ഉപയോഗിച്ച് ചതുരാകൃതിയിലാണ് കോട്ട നിർമ്മിച്ചിരിക്കുന്നത്. കോട്ട മതിലിന്റെ 4 മൂലകളിലും മധ്യഭാഗത്തും വൃത്താകൃതിയിലുള്ള കൊത്തളങ്ങൾ കോട്ടയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. കോട്ടയ്ക്ക് ചുറ്റും നിർമ്മിച്ചിട്ടുള്ള കിടങ്ങു സവിശേഷ ശ്രദ്ധ ആകർഷിക്കുന്നതാണ്. കോട്ടയ്ക്കുള്ളിൽ ആയി 1921 ദേശീയ പ്രാധാന്യം ഉള്ള സ്മാരകമായി പ്രഖ്യാപിച്ച പാലക്കാട് കോട്ട കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഞങ്ങൾ എല്ലായിടവും ഫുള്ള് ചുറ്റി നടന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കൊത്തളങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിപ്പം കാണാൻ പറ്റും, ഈ കോട്ടയുടെ മതിലിൻ്റെ മുകളിൽ ഈ സൈനികരെ ബ്രിട്ടീഷുകാർക്ക് അവരുണ്ട്. ഇതാണ് കൊത്തളങ്ങൾ. ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോഴാണ് ആ കൊത്തളങ്ങൾ എന്ന് പറയപ്പെടുന്നത്. അത് ഇതിന് കോട്ടയ്ക്ക് ചുറ്റും അങ്ങനെ ഒരു സംഭവമുണ്ട്. നല്ല വെയിലാണ്. വെയിലത്ത് മിച്ചുവാണെങ്കിൽ ഫുള്ള് നടത്തിയാണ്. പനി പിടിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ. എന്നാലും ഓന് കുഴപ്പമില്ല, നടക്കട്ടെ. ഇതാണ് കൊത്തളങ്ങൾ. ഇത് ഒരു കൊത്തളമാണ്. ചുറ്റും കോട്ടയ്ക്ക് മുകളിൽ ഫുള്ള് ഈ ഒരു 4 സൈഡിലായിട്ട് ഒരു 6-7 കൊത്തളങ്ങൾ. ഇത് ജയിലാണ്. പണ്ട് ബ്രിട്ടീഷുകാർക്കുള്ള ജയിലറകളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്